ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു സൈലം SSC RRB. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഈ ഫെബ്രുവരിയിൽ 2026 ഫെബ്രുവരിയിൽ എക്സാം കഴിഞ്ഞ എക്സാമിന്റെ ആൻസർ കീ ഔട്ട് ആയിട്ടുണ്ട്. അതിലെ മാത്സിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം ലെവലോട് കൂടിയുള്ള അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ചോദിച്ചിട്ടുള്ള ഇങ്ങനെ വെറൈറ്റി ആയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊരു സീരീസ് ആയിട്ട് എന്ത് ചെയ്യാം, മെല്ലെ ഡീകോഡ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുമ്പ് ഇത് ഗ്രൂപ്പ് ഡി എക്സാംസിന് മാത്രമല്ല, അതേപോലെ നമുക്ക് മറ്റ് റെയിൽവേ എക്സാംസിനും ആൻഡ് ഓൾസോ SSC എക്സാംസിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സെഷൻ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. In an election between two candidates, 80% of the registered voters cast their votes. Out of these, 2% were declared invalid. One candidate secured 8,820 votes, which accounted for 75% of the valid votes. Find the total number of registered votes. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് 80% രജിസ്റ്റേർഡ് അല്ലെ, ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആൾക്കാരുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ 80% ആൾക്കാർ വോട്ട് കാസ്റ്റ് ചെയ്തു, രേഖപ്പെടുത്തി. അതായത് നമുക്ക് കാണേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ആണ്. സോ നമുക്ക് രജിസ്റ്റേർഡ് വോട്ടേഴ്സിന്റെ എണ്ണം X എന്ന് കൊടുക്കുകയാണെങ്കിൽ Xൽ 80% ആൾക്കാർ വോട്ട് രേഖപ്പെടുത്തി. രേഖപ്പെടുത്തിയതിൽ ഔട്ട് ഓഫ് ദീസ് 2% എന്താണ്, ഇൻവാലിഡ് ആണ്. 2% ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 98% എന്തായിരിക്കണം, വാലിഡ് ആയിരിക്കണം. ഇനി നോക്കിക്കേ, ഇതിൽ ഒരു കാൻഡിഡേറ്റിന് കിട്ടിയ വോട്ടിന്റെ എണ്ണം തന്നിട്ടുണ്ട്. വിച്ച് അക്കൗണ്ടഡ് ഫോർ 75% ഓഫ് ദ വാലിഡ് വോട്ട്. ടോട്ടൽ വോട്ടിന്റെ 80% കാസ്റ്റ് ചെയ്തു. കാസ്റ്റ് ചെയ്തതിൽ 98% വാലിഡ് ആണ്. വാലിഡ് ആയതിൽ 75% കിട്ടിയ ആളുടെ വോട്ടിന്റെ എണ്ണം എന്ന് പറയുന്നത് 8820 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് നമുക്ക് കാണാലോ. എക്സ് ഇസ് ഈക്വൽ ടു 8820. ഈ 80% ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും, 100/80 ആവും അല്ലെ. 100/80 ഇൻറ്റു 100/98 ഇൻറ്റു 100/75. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100ൽ 25 4 ടൈംസ്, ഇവിടെ 3 ടൈംസ്, 250 ടൈംസ് 49 ടൈംസ്, 25 ടൈംസ് 4 ടൈംസ്. 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു. ഈ 3 നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. 2 3 6, ബാക്കി 28ല് 39 27, ബാക്കി 1 12ല് 4 3 12 പോയി. ഇനി ഇവിടെ നോക്കിക്കേ, 49 ഇവിടെ നമുക്ക് 294 6 തവണ പോവും, 60. 60 ഇൻറ്റു 5 ഇൻറ്റു 50 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 5 25 ഇൻറ്റു 6 150, പിന്നൊരു 2 0 അല്ലെ. 15,000 ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഇത് ഓൾമോസ്റ്റ് നമുക്ക് സക്സസീവ് പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ ടു കാൻഡിഡേറ്റ്സ്, 20% of the total votes were declared invalid. The winning candidates received 40% of the valid votes and secured 1,60,000 more valid votes than the runner-up, who received 32% of the valid votes. Find the total number of valid vote. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, വാലിഡ് വോട്ട് എത്രയാണ്. ഇവിടെ പറയുന്നുണ്ട് 2 പേര് മാത്രമാണ് ഇലക്ഷൻ ഉള്ളത്. അതിൽ 20% വോട്ടും എന്താണ്, ഇൻവാലിഡ് ആണ്. ടോട്ടൽ വോട്ടിന്റെ 20% ഇൻവാലിഡ് ആണ്. നമുക്ക് ടോട്ടൽ വോട്ട് എത്രയാണെന്ന് തന്നിട്ടില്ല. അത് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി നമുക്ക് ഇൻവാലിഡ് മൈനസ് ചെയ്ത് ബാക്കി വാലിഡ് കണ്ടുപിടിക്കായിരുന്നു. ടോട്ടൽ വോട്ട് തരാത്ത സ്ഥിതിക്ക് ഈ ഒരു വാല്യൂവിന് നമുക്ക് ഇവിടെ ഒരു പ്രസക്തിയും ഇല്ല. നമുക്ക് ഇതിനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അതല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് ടോട്ടൽ വോട്ട് ആയിരിക്കണം, അതും അല്ല. അപ്പൊ ടോട്ടൽ വോട്ടിനോ അല്ലെങ്കിൽ അതിലുള്ള ഇൻവാലിഡ് വോട്ടിനോ നമുക്കിവിടെ യാതൊരു പ്രസക്തിയും ഇല്ല. ഇവിടെ നോക്കിയേ, ഇവിടെ വിന്നർ 2 ആൾക്കാരേ ഉള്ളൂ അല്ലെ. 2 കാൻഡിഡേറ്റില് വിന്നിങ് കാൻഡിഡേറ്റ് വാലിഡ് വോട്ടിന്റെ 40% ആണ് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ എടുക്കുന്നത് വാലിഡ് വോട്ട് 100% ആണെന്ന് വിചാരിക്കാം. 100% ആണ് വാലിഡ് വോട്ട്. അതിൽ 40% വിന്നർക്ക് കിട്ടി. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്
and secured 1,60,000 more valid votes than the runner-up who received 32% of the valid vote. Valid വോട്ടിന്റെ 32% കിട്ടിയിരിക്കുന്നത് റണ്ണറപ്പിനാണ്, രണ്ടാമത്തെ ആളാണ് അല്ലെ. ഇവിടെ ശരിക്കും ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം 2 കാൻഡിഡേറ്റ് എന്ന് പറയുമ്പം അവിടെ ഈ 100% രണ്ടാൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. വാലിഡ് വോട്ട് മൂന്നാമതൊരു കാറ്റഗറിയിലോട്ട് പോവാനില്ല. പിന്നെ നമുക്ക് എന്തായിട്ട് എടുക്കാം, നോട്ട ഉണ്ടെന്നോ, കാരണം ഇവിടെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മേ ബി എന്തുണ്ടായിരിക്കാം, നോട്ട വല്ലതും ഉണ്ടായിരിക്കാം അല്ലേ, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മൂന്നാമതൊരു കാൻഡിഡേറ്റിനെ കുറിച്ചും പറയുന്നില്ല. നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ വിന്നർ റണ്ണറപ്പ്. റണ്ണറപ്പിന് കിട്ടിയിരിക്കുന്നത് 32% വോട്ട്സ് ആണ്. അതും വാലിഡ് വോട്ടിന്റെ 32%. പക്ഷെ ഈ 32% എന്ന് പറയുന്നത് എന്താണ്, വിന്നിംഗ് കാൻഡിഡേറ്റിന് കിട്ടിയിരിക്കുന്നത് ഇതിനേക്കാളും 1,60,000 കൂടുതലാണ്. അതായത് ഇയാളുടെ മാർജിൻ അല്ലെങ്കിൽ ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1,60,000 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കല്ലോ. ഇവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 40ഉം 32ഉം ഡിഫറൻസ് എത്രയാണ്, 8%. അതായത് വാലിഡ് വോട്ടിന്റെ 8% എന്ന് പറയുന്നത് 1,60,000 ആണെങ്കിൽ വാലിഡ് വോട്ട് എത്രയായിരിക്കണം, വാലിഡ് വോട്ട് 100% അല്ലേ. 100% എത്ര, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 × 2 ആണ് 16. 100 × 2 നമുക്ക് 200 വരും. ബാക്കി സീറോസ് ഇട്ട് കൊടുക്കുക അല്ലെ, 4 സീറോസ് ഇട്ട് കൊടുത്താൽ 20 lakhs ഈസ് ദ ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. 20 lakhs ആണ് ടോട്ടൽ വാലിഡ് വോട്ട് കേട്ടോ. ഇവിടെ നമുക്കിത് നോക്കണ്ട, ഇൻവാലിഡ് വോട്ടിന്റെ എണ്ണം നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചത് എന്തായിരിക്കണം, ടോട്ടൽ വോട്ട്സ് ആയിരിക്കണം. ഇവിടെ ടോട്ടൽ വോട്ട്സ് അല്ല, വാലിഡ് വോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് വിന്നറും റണ്ണറപ്പൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വാലിഡ് വോട്ടിന്റെ എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്കത് വെച്ച് സോൾവ് ചെയ്താൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. In an election with 2 candidates, 8% of the registered voters did not vote and 120 voters submitted blank ballots. 8% ആൾക്കാർ വോട്ട് ചെയ്തതേ ഇല്ല. 120 ആളുകൾ, പെർസെൻറ്റേജിലല്ല ആക്ച്വലി 120 ആൾക്കാർ എന്താണ്, ബ്ലാങ്ക് ആയിട്ടുള്ള ബാലറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൾക്കാർ ആരെയും മെൻഷൻ ചെയ്യാതെ നോട്ട പോലെ ബ്ലാങ്ക് ബാലറ്റ്സ് ആണ്. Among the votes cast, the winning candidate received support from 48% of all registered voters. ടോട്ടൽ വോട്ടേഴ്സിന്റെ കേട്ടോ, അതായത് വോട്ട് രേഖപ്പെടുത്തിയ ആളുകളുടേതല്ല. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് മൊത്തം രജിസ്റ്റേർഡ് വോട്ടേഴ്സ്, അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആൾക്കാരുടെ 8% ആൾക്കാർ വോട്ട് രേഖപ്പെടുത്തിയില്ല. 120 ആൾക്കാർ ബ്ലാങ്ക് ബാലൻസ് ആണ്. ഇനി 48% ആൾക്കാർ ആർക്ക് കൊടുത്തിട്ടുണ്ട്, വിന്നിംഗ് കാൻഡിഡേറ്റിന്. ആൻഡ് അത് മാത്രമല്ല, ഈ വിന്നിംഗ് കാൻഡിഡേറ്റിന് കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ എണ്ണം എന്ന് പറയുന്നത് മറ്റേ കാൻഡിഡേറ്റിന്, രണ്ടാമത്തെ കാൻഡിഡേറ്റിനേക്കാളും 780 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ ടോട്ടൽ രജിസ്റ്റേർഡ് വോട്ടേഴ്സിന്റെ എണ്ണം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആ ടോട്ടൽ രജിസ്റ്റേർഡ് വോട്ടേഴ്സിന്റെ എണ്ണം എന്തായിട്ട് കൺസിഡർ ചെയ്യാം, 100%. അതിൽ 8% ആൾക്കാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല, വോട്ട് ചെയ്യാത്ത ആൾക്കാരാണ്, നോട്ട് കാസ്റ്റഡ് വോട്ട്സ് ആണ്. ഇനി 120 വോട്ട് എന്താണ്, ബ്ലാങ്ക് ആണ്, അത് എണ്ണമാണ്. 120 ബ്ലാങ്ക് ആണ്. 48% കിട്ടിയ ആള് ജയിച്ചതാണ് അല്ലെ. വിന്നിംഗ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് 48% വോട്ട് കിട്ടിയ ആളാണ്. ഇനി അടുത്തത് ഓഫ് കോഴ്സ് എന്താണ്, തോറ്റയാൾ അല്ലെങ്കിൽ രണ്ടാമത്തെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അയാളുടെ പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ ഡയറക്ട്ലി പറയാൻ പറ്റൂല. കാരണം ഇത് നമുക്ക് ഇതിന് പകരം പെർസെൻറ്റേജ് ആണെങ്കിൽ ഓക്കെ, 100ൽ 8 ഇങ്ങോട്ട് 48 ഇങ്ങോട്ട്, ഇത് എത്ര എന്നുള്ളത് വെച്ച് കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ പറയാം, വിന്നിംഗ് കാൻഡിഡേറ്റിന് 780 കൂടുതലാണ് മറ്റേ ആളെക്കാളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിന്നിംഗ് കാൻഡിഡേറ്റിന് കിട്ടിയത് 48% വോട്ടുകളാണെങ്കിൽ അതിനേക്കാളും 780 എന്തായിരിക്കണം, കുറവായിരിക്കണം നമ്മുടെ ലോസർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ലോസർക്ക് കിട്ടിയ വോട്ടുകൾ നമുക്ക് എങ്ങനെ പറയാം,
48%-ത്തേക്കാളും 780 കുറവാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇതെല്ലാം കൂടെ ചേർന്നതാണ് 100%, അല്ലെ? 100%നെ ക്ലാസിഫൈ ചെയ്തപ്പം 8% കാസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പെർസെൻറ്റേജ് വൈസ് വരുന്നത് ഒരു 8% കാസ്റ്റ് ചെയ്യാത്തതും പിന്നെ ജയിച്ച ആൾക്ക് 48. ഇത് രണ്ടും കൂടെ ചേർന്ന് എത്ര വന്നു? 48 + 8 56% വന്നില്ലേ? ബാക്കി 44% എന്ന് പറയുന്നത് ബ്ലാങ്ക് ആയിട്ട് ഈ 120 വോട്ടും പിന്നെ തോറ്റയാൾക്ക് കിട്ടിയ ഈ വോട്ടുകളാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ പറയാം, 44% ടോട്ടൽ രജിസ്റ്റേർഡ് വോട്ട്സിന്റെ 44% എന്ന് പറയുന്നത് നമ്മുടെ തോറ്റയാൾക്ക് കിട്ടിയ വോട്ടിന്റെ എണ്ണം 48% മൈനസ് 720. അതുകൊണ്ട് പിന്നെ എന്തുണ്ട്? ബ്ലാങ്ക് ആയിട്ടുള്ള 120 വോട്ടുകളുണ്ട്. ഓക്കെ ആണല്ലോ. ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 44% is equal to 48% മൈനസ് 720 പ്ലസ് 120 എന്ന് പറഞ്ഞാൽ മൈനസ് 720 അല്ല കേട്ടോ, ഇവിടെ 780 ആണേ. 720 അല്ല, 780. അപ്പൊ മൈനസ് 780 പ്ലസ് 120 എന്ന് പറഞ്ഞാൽ മൈനസ് 660 വരും, അല്ലേ? 660. ഇതിൽ നമ്മൾ മൈനസ് 660 ഇപ്പുറത്തോട്ട് വന്നാൽ 660, 44 ഇപ്പുറത്തോട്ട് വന്നാൽ 48 മൈനസ് 44, 4% is equal to, അതായത് ടോട്ടൽ രജിസ്റ്റേർഡ് വോട്ട്സിന്റെ 4% 660 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ രജിസ്റ്റേർഡ് വോട്ട്സ് എന്തായിരിക്കണം? 100%, അല്ലേ? ടോട്ടൽ വോട്ട്സ് അല്ലെങ്കിൽ ടോട്ടൽ രജിസ്റ്റേർഡ് വോട്ട്സ് 100%. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ക്രോസ് ചെയ്താൽ മതി, 660 ഇൻറ്റു 100/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 24, 20 തവണ 2 0, 16,500 ആണ് ടോട്ടൽ വോട്ടേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a polling booth with 9,000 valid votes, 4 candidates P, Q, R and S contested and a nota option was also available. Exactly 1% of the total votes went to nota. Candidate Q received 25% of the votes secured by P. The combined votes of R and S totaled 5,830, distributed between them in the ratio 3:2. How many votes did the winning candidate receive? സത്യം പറയുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലൊക്കെ അൺനെസസറി ആയിട്ട് ഒരുപാട് ഡാറ്റ തന്ന് നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സമയം കളയാനാണ് നോക്കുന്നത്. ഇവിടെ നന്നായിട്ട് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും. നമുക്ക് വാലിഡ് വോട്ടിന്റെ എണ്ണം ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ആക്ച്വലി ആളുകൾക്ക് ഈ ഒരു PQRS എന്ന് പറയുന്ന കാൻഡിഡേറ്റിന് നമ്മൾ എന്തേ കൊടുക്കുള്ളൂ? വാലിഡ് വോട്ടിനെ വോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോട്ട് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എക്സാക്ട്ലി 1% ഏതിന്റെ? ടോട്ടൽ വോട്ടിന്റെ 1% നോട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ എന്തിനാ തന്നതെന്ന് തന്നെ നമുക്ക് യാതൊരു ധാരണയില്ല. ഇതിനൊന്നും ഒരാവശ്യവും നമുക്കില്ല. നമ്മളോട് ഫൈനൽ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? വിന്നിങ് കാൻഡിഡേറ്റിന് PQRSൽ ഒരാൾക്ക്, അല്ലെ, അതിൽ ഏതോ ഒരാളായിരിക്കും ജയിച്ചത്, അയാൾക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണം, അതായത് ഈ വാലിഡ് വോട്ടിൽ അയാൾക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണം അത് കണ്ടുപിടിക്കാൻ ആക്ച്വലി നമുക്ക് എന്താവശ്യം വരുന്നില്ല. ഈ ഒരു സെന്റൻസ് യാതൊരു പ്രസക്തി ഇവിടെ ഇല്ല. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു പ്രസക്തി ഇല്ല. നമ്മൾ വെറുതെ മിസ്ലീഡ് ചെയ്യാൻ, അതായത് നമുക്ക് അവിടെ എന്തോ ഒരു കാര്യം അതുകൊണ്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അത് വീണ്ടും വീണ്ടും വായിക്കാൻ വേണ്ടി നമ്മളെ വെറുതെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ഡാറ്റ മാത്രമാണ് കേട്ടോ. സോ നമുക്ക് നോക്കാം. ഇവിടെ 4 ആൾക്കാരുണ്ട്, അല്ലേ? P, Q, R and S. ഇനി നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കാൻഡിഡേറ്റ് Q received 25% of the votes secured by P. Pക്ക് കിട്ടിയ വോട്ടിന്റെ 25% Qക്ക് കിട്ടാന്ന് പറഞ്ഞാല് 25%നെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്താൽ 1/4 ആണ്, അല്ലേ? അപ്പോൾ Pക്ക് കിട്ടിയ വോട്ടിന്റെ 1/4 Qന് കിട്ടാന്ന് പറഞ്ഞാൽ റേഷ്യോയിൽ നമുക്ക് ഇങ്ങനെ പറയാം. Pക്ക് കിട്ടിയത് 4 ആണെങ്കിൽ Qക്ക് കിട്ടിയത് 1, അതായത് 4:1 ആണ് Pക്കും Qക്കും കിട്ടിയ വോട്ടിന്റെ റേഷ്യോ. അതേപോലെ നമുക്കിതാ പിന്നെ പറയുന്നുണ്ട്, ഇവിടെ ആറും എസും കൂടെ ടോട്ടൽ കിട്ടിയത് 5,830 ആണ്. അത് അവർക്ക് രണ്ടുപേർക്കും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തത് 3:2 എന്ന റേഷ്യോയില്. അപ്പം ആറിന്റെയും എസിന്റെയും റേഷ്യോ കൂടെ നമുക്ക് തന്നിട്ടുണ്ട് 3:2. മക്കളെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് രണ്ടും 2 സെപ്പറേറ്റ് റേഷ്യോ ആണ്. നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാ.
പിയുടെയും ക്യൂയുടെയും റേഷ്യോ നമുക്ക് ഈ ഒരു 25% വെച്ച് കിട്ടി 4:1. ആറിന്റെയും എസിന്റെയും റേഷ്യോ ഇവിടെ ഡയറക്ട്ലി തന്നിട്ടുണ്ട് 3:2. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാം. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ടോട്ടൽ അറിയാം അല്ലെ, ആറിന്റെയും എസിന്റെയും കൂടെ ടോട്ടൽ വോട്ടിന്റെ എണ്ണം 5830 ആൻഡ് ടോട്ടൽ വാലിഡ് വോട്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്. 4 പേർക്കും കൂടെ കിട്ടിയത് 9000. അങ്ങനെയാണെങ്കിൽ പിക്കും ക്യൂക്കും കൂടെ എത്രയാ കിട്ടിയത്? 9000 5830 മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 പോയാൽ 3160 വോട്ടുകൾ. അതായത് 3160 വോട്ടുകൾ പിക്കും ക്യൂക്കും 4:1 റേഷ്യോയിലും 5830 വോട്ടുകൾ ആറിനും എസിനും 3:2ലും ഡിവൈഡ് ചെയ്ത് കൊടുത്തതിൽ ഇതിൽ ആരോ ഒരാൾ വിൻ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആള്, അയാൾക്ക് കിട്ടിയ വോട്ടിന്റെ എണ്ണം എത്രാന്നാ ചോദ്യം. ഇതാ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഡാറ്റ എന്നും യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ആർക്കാ കൂടുതൽ കിട്ടിയെന്ന് വെച്ചാൽ നമ്മളിപ്പോ 2 ഗ്രൂപ്പും സെപ്പറേറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ പിക്കാണ് കൂടുതൽ കിട്ടിയത്, ഇതിൽ ആറിനാണ് കൂടുതൽ കിട്ടിയത്. അപ്പൊ പിക്കാണോ ആറിനാണോ കൂടുതൽ കിട്ടിയെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. പിക്ക് കിട്ടിയ വോട്ടുകൾ നമുക്ക് എങ്ങനെ പറയാം? ടോട്ടൽ 4+1 5 യൂണിറ്റ് ആണ് 3160. അപ്പൊ പിക്ക് കിട്ടിയ വോട്ടുകൾ 4 യൂണിറ്റ് എത്ര എന്നാണ് കാണേണ്ടത്. 3160/5 × 4 ആയിരിക്കണം പിക്ക് കിട്ടിയത്. ക്യൂന് കിട്ടിയ വോട്ടുകൾ ടോട്ടൽ 3+2 5 യൂണിറ്റ് 5830 ആണെങ്കിൽ ആറിന് കിട്ടിയത് 3 യൂണിറ്റ് 5830/5 × 3. നിങ്ങളിത് ഏകദേശം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ഏതാണ് വലുതെന്നുള്ളത്. നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ 5 രണ്ടിലും കോമൺ ആയിട്ടുള്ളത് പോട്ടെ, ഇപ്പൊ ഈ 0 പോട്ടെ, 316 × 4 ആണോ 583 × 3 ആണോ വലുത്? ജസ്റ്റ് ഒന്ന് റാൻഡംലി നോക്കിക്കേ. ഇത് ആ ഒരു 16 പോയാൽ 3 × 4 12 അല്ലെ, 1200 ആ ഒരു റൗണ്ട് വാല്യൂ ആ വരിക. ഇവിടെ 5830 ആണ്, 583 ആണ്. റൗണ്ട് ചെയ്യുമ്പോൾ ശരിക്കും 600ലോട്ട് പോവാണ്. ഇപ്പൊ 5 എടുക്കുകയാണെങ്കിൽ തന്നെ 5 3 15 1500. ഇതല്ലേ ഗ്രേറ്റർ വരുന്നത്. അവർ ഏകദേശം കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ക്യൂനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ കാണേണ്ടത് അത് മാത്രം കണ്ടാൽ മതി, പിന്റെ വാല്യൂ കാണണ്ട. ഓൾമോസ്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആയിട്ട് നിങ്ങൾക്ക്, അതായത് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പിയും ക്യൂവും സെപ്പറേറ്റ് കണ്ടിട്ട് ആരാണോ വിൻ ചെയ്തത് നോക്കിയാൽ മതി. ഇവിടെ നമുക്കത് വിസിബിൾ ആണ്, ക്യൂ ആണ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്യൂവിന് കിട്ടിയ വോട്ട് 5830/5 × 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 33 6 5 30 6 5 30 1166 × 3 അല്ലെ, 18 ബാക്കി 1 9 ബാക്കി 1 4 3 3498 വോട്ടുകൾ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാം. വിന്നിംഗ് കാൻഡിഡേറ്റിന് കിട്ടിയിരിക്കുന്നത് 3498 വോട്ടുകളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പേ മക്കളെ നിങ്ങൾക്ക് നമ്മുടെ ഒരു പുതിയ ബാച്ച് നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ്. നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാം നമുക്ക് വരാനിരിക്കുന്ന 2026 ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബാച്ചിലോട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാച്ചാണ് RRB ഗ്രൂപ്പ് ഡി ബാച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഫെബ്രുവരി 3rd വീക്കോട് കൂടെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫീയും കൊടുത്തിട്ടുണ്ട്. 299 ആണ് ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ നമ്മുടെ എൻക്വയറി നമ്പർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ an election with 3 candidates, Ram, Mohan and Sohan, 10% of the total votes cast were invalid. Sohan received 40% of the valid votes. If Ram got 2000 more valid votes than Mohan and the total number of votes cast was 10,000, what is the remainder when Ram's votes are divided by Mohan's votes? ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും വലിയ കോമഡി. ഇതിൽ നമുക്കെല്ലാം കണ്ടുപിടിച്ച് ഇയാൾക്ക് കിട്ടിയ വോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് കിട്ടിയ വോട്ടോ അല്ലെങ്കിൽ വിന്നിംഗ് മാർജിനോ അല്ലെങ്കിൽ ടോട്ടൽ വോട്ടോ ഒന്നും അല്ല ചോദിച്ചത്. ഇവിടെ ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്തെടുത്താൽ ഇതാ റാമിന് കിട്ടിയ വോട്ടിന്റെ എണ്ണത്തെ മോഹന് കിട്ടിയ വോട്ടിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ശിഷ്ടം എത്ര, റിമൈൻഡർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല രസകരമായ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ഡിയിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിതൊന്നും എല്ലാം ഡീകോഡ് ചെയ്തെടുക്കാവേ. 3 ആൾക്കാരുണ്ടല്ലേ,
റാം, മോഹൻ, സോഹൻ. നോക്കിയേ, ടോട്ടൽ വോട്ടിന്റെ 10% ഇൻവാലിഡ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് കാസ്റ്റും തന്നിട്ടുണ്ട്. ടോട്ടൽ വോട്ടിന്റെ എണ്ണം 10,000. അതിൽ 10% വോട്ടുകൾ എന്താണ്? ഇൻവാലിഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇൻവാലിഡ് വോട്ട്സ് ഫൈനൽ കൗണ്ടിലോട്ട് എടുക്കൂല. എന്തേ എടുക്കുള്ളൂ? വാലിഡ് വോട്ട്സ് മാത്രമേ നമ്മൾ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യുള്ളൂ? ഡിവൈഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം വാലിഡ് വോട്ടിന്റെ എണ്ണം കണ്ടുപിടിക്കാം. വാലിഡ് വോട്ട്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ടോട്ടൽ വോട്ടിന്റെ 10% ഇൻവാലിഡ് ആണെങ്കിൽ ബാക്കി 90% അല്ലേ? ഇപ്പൊ ടോട്ടൽ വോട്ട് 10,000, അതിന്റെ 90% എന്ന് പറഞ്ഞാൽ 9,000 ആണ് വാലിഡ് വോട്ട്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, ഇവിടെ പറയുന്നുണ്ട് സോഹൻ എത്ര വോട്ട് കിട്ടി? വാലിഡ് വോട്ടിന്റെ 40% സോഹന് കിട്ടി. അപ്പൊ സോഹന് കിട്ടിയ വോട്ടുകളുടെ എണ്ണം എത്രയാണ്? സോഹന് കിട്ടിയത് വാലിഡ് വോട്ടിന്റെ 40%, ദാറ്റ് ഈസ് ഈക്വൽ ടു 3600. സോഹന് കിട്ടിയ വോട്ടിന്റെ എണ്ണം 3600. നോക്കിക്കേ, അപ്പൊ ബാക്കി രണ്ടുപേർക്കും കൂടെ ടോട്ടൽ എത്രയായിരിക്കും കിട്ടിയത്? മൊത്തം വാലിഡ് വോട്ട് 9,000, അതിൽ 3600 സോഹന് കിട്ടാന്ന് പറഞ്ഞാല് ബാക്കി 5400 ആണ് റാമിനും മോഹനും കൂടെ ടോട്ടൽ കിട്ടിയത് അല്ലേ? രണ്ടുപേർക്കും കൂടെ ടോട്ടൽ കിട്ടിയത് 5400. ഇനി ഇവിടെ പറയുന്നുണ്ട് റാം ഗോട്ട് 2000 മോർ വാലിഡ് വോട്ട്സ് ദാൻ മോഹൻ. ഇതില് റാമിന് മോഹനേക്കാളും 2000 കൂടുതൽ കിട്ടിയെന്ന് പറയുമ്പം ഇവരുടെ ഡിഫറൻസ് അല്ലേ 2000? ഡിഫറൻസ് 2000. രണ്ട് നമ്പേഴ്സിന്റെ സമ്മും ഡിഫറൻസും തന്നു കഴിഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സ് കാണാൻ എളുപ്പമാണല്ലേ? 6 കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ രണ്ടിന്റെയും സമ്മ് ഡിവൈഡഡ് ബൈ 2 കൊടുത്താൽ മതി. അതായത് 7400 ബൈ 2, 3700. അതേപോലെ മോഹന് കിട്ടിയ വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2, 3400 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1700. ഇപ്പൊ എല്ലാവരും വോട്ടുകളായല്ലോ. റാമിന് കിട്ടിയത് 3700, മോഹന് കിട്ടിയത് 1700. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ റാംസ് വോട്ട്സ് ആർ ഡിവൈഡഡ് ബൈ മോഹൻസ്? റാമിന് കിട്ടിയ വോട്ടുകൾ 3700നെ 1700 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 3700നെ 1700 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 1700 ഇവിടെ 2 തവണ പോകും അല്ലെ? 3400. റിമൈൻഡർ എത്രയാ വരുന്നത്? 300 ഈസ് ദ ആൻസർ. 300 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ an election 8640 people or 72% of the eligible voters cast their votes. If the number of eligible voters increases by 8% next year, how many eligible voters will there be in total next year? ഇപ്പൊ നിലവില് ഒരു ഇലക്ഷനിൽ 8640 ആൾക്കാര് എന്ത് ചെയ്തിട്ടുണ്ട്? വോട്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം 8640 എന്ന് പറയുന്നത് എന്താണ്? ഇവര് 72% ഓഫ് എലിജിബിൾ വോട്ടേഴ്സ് ആണ്. വോട്ട് ചെയ്യാൻ യോഗ്യരായിട്ടുള്ള, അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള 72% ആൾക്കാരാണ് ഇത്തവണ വോട്ട് ചെയ്തത്. അപ്പം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആൾക്കാരുടെ 72% എന്ന് പറയുന്നത് 8640. ഇപ്പൊ നിലവിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആൾക്കാരുടെ 72% എന്ന് പറയുന്നത്, ടോട്ടൽ വോട്ടേഴ്സിന്റെ 72% 8640. അടുത്ത വർഷം എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ഈ എലിജിബിൾ വോട്ടേഴ്സ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആൾക്കാരുടെ എണ്ണം 8% വർദ്ധിച്ചു അല്ലെ? 8% ഇൻക്രീസ് ചെയ്താൽ അടുത്ത വർഷം എത്ര വോട്ടേഴ്സ് ഉണ്ടാവുന്നതാണ്? അതായത് ടോട്ടൽ എലിജിബിൾ വോട്ടേഴ്സിന്റെ എണ്ണം എത്രയായിരിക്കും? മക്കളെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നിലവിലുള്ള ടോട്ടൽ വോട്ടേഴ്സിന്റെ എണ്ണം X ആണെന്ന് വിചാരിക്കാം. അപ്പം ഈ തവണ വോട്ട് ചെയ്തത് Xന്റെ 72% അല്ലേ? കാസ്റ്റഡ് വോട്ട് ദിസ് ഇയർ, അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ കാസ്റ്റഡ് വോട്ട്സ് എന്ന് കൊടുക്കാം. കാസ്റ്റ് ചെയ്ത വോട്ട്സിന്റെ എണ്ണം ഇപ്പൊ നിലവിലുള്ള ടോട്ടൽ വോട്ടേഴ്സിന്റെ 72%, ദാറ്റ് ഈസ് ഈക്വൽ ടു 8640 ആണെങ്കിൽ
എലിജിബിൾ വോട്ടേഴ്സ് നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷമുള്ള എലിജിബിൾ വോട്ടേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പൊ ഉള്ളതിനേക്കാളും 8% കൂടുതൽ, എക്സിനേക്കാളും 8% കൂടുതൽ എന്ന് പറഞ്ഞാൽ എക്സിന്റെ 108% അല്ലേ മക്കളെ? എക്സിന്റെ 72% 8640 ആണെങ്കിൽ 108% കാണാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? എങ്ങനെ കാണാം? 72% 8640 ആണെങ്കിൽ 108% എത്ര? ദാറ്റ് ഈസ് ഈക്വൽ ടു, ക്രോസ് ചെയ്താൽ മതി, 8640 ഇൻറ്റു 108 ഡിവൈഡഡ് ബൈ 72. ദാറ്റ് ഈസ് ഈക്വൽ ടു 72 9 8 തവണ പോവും, 12 തവണ, 8 4 2 തവണ, ഇവിടെ 3 തവണ, 2 4320 അല്ലേ? 4320 ഇൻറ്റു 3 12960 നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അപ്പോൾ ഇതാ ഇത്രയാണ് നമ്മുടെ ഇലക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ഡിയിൽ വന്നിരിക്കുന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പറയാം. ആൻഡ് ഓൾസോ ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. താങ്ക് യു.